ഉണ്ണിയേട്ടൻ എന്നെ മറക്കുമോ? അവസാനമായി സൂര്യ എന്നോട് ചോദിച്ച ചോദ്യം അതായിരുന്നു. നിന്നെ മറന്ന് പിന്നെ എനിക്ക് ജീവിക്കാൻ പറ്റുമോടി? ഞാനും തമാശ പോലെ അവൾക്ക് ഉത്തരം കൊടുത്തു. പക്ഷെ ഇന്ന് അവളില്ല, എന്നിട്ടും ഞാൻ ജീവിക്കുന്നു. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ, സൂര്യയുടെ ഉണ്ണിയേട്ടൻ. ചെറുപ്പം മുതലേ ഉള്ള കളിക്കൂട്ടുകാരായിരുന്നു ഞാനും സൂര്യയും. സൂര്യ ഒരു വായാടിപ്പെണ്ണ്, എപ്പോഴും എൻ്റെ പിറകിൽ തന്നെയായിരിക്കും. ഡി പോത്തെ, നിനക്കെൻ്റെ പിറകെ നടക്കാതെ വല്ലതും പോയി പഠിച്ചൂടെ? ഞാൻ എപ്പോഴും ദേഷ്യം പിടിച്ച് അവളോട് ചോദിക്കും. പിന്നെ അല്ലെങ്കിൽ തന്നെ മുഴുവൻ സപ്ലിയാ, ഇനി പഠിക്കാഞ്ഞിട്ടല്ലേ? പോരാത്തതിന് ഞാൻ പഠിച്ച് ജോലിയൊക്കെ ആയാൽ പിന്നെ അച്ഛൻ എനിക്ക് നല്ല ചെക്കന്മാരെ ആലോചിക്കും. അപ്പോൾ ഉണ്ണിയേട്ടൻ ഒറ്റയ്ക്കാവില്ലേ? ഓഹോ, അങ്ങനെ. എന്നാലും നീ എന്നെ വിടില്ല അല്ലേ? അവളുടെ ഉത്തരം കേൾക്കുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് ഉമ്മ വയ്ക്കും. സത്യത്തിൽ എനിക്ക് അവളോട് പ്രണയമായിരുന്നു, എങ്കിലും അവളുടെ കുറുമ്പുകൾ കാണാൻ വേണ്ടി അത് തുറന്നു പറയാറില്ല എന്ന് മാത്രം. അങ്ങനെ ഒരു ദിവസം എനിക്ക് പുറത്തൊരു ജോലി ശരിയായി. ഗവൺമെൻറ് ജോലി എന്നല്ലെങ്കിലും തൽക്കാലം പിടിച്ചു നിൽക്കാൻ അത് അത്യാവശ്യമായിരുന്നു. ഡി പോത്തെ, നീ ജോലിക്ക് പോയി വന്നാൽ ഉടനെ നമ്മുടെ കാര്യം വീട്ടിൽ പറയാം. നീ അതിനിടയ്ക്ക് ഒളിച്ചോടിയൊന്നും പോകരുതേ, ഞാൻ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഒന്ന് പോയ ഉണ്ണിയേട്ടാ, ഉണ്ണിയേട്ടനെ എൻ്റെ ജീവനാ. എൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഞാൻ പോകുക. അവളുടെ കൈ വിടുവിച്ച് ഞാൻ പോകാനൊരുങ്ങി. പക്ഷെ അവൾ വിടാൻ ഭാവമില്ലായിരുന്നു. പിന്നെയും എൻ്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അവൾ ചോദിച്ചു, ഉണ്ണിയേട്ടൻ എന്നെ മറക്കുമോ? നിന്നെ മറന്ന് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാനന്ന് അവൾക്ക് മറുപടി കൊടുത്തു. അന്ന് അവളോട് യാത്ര പറഞ്ഞു പോകുമ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇനി ഒരിക്കലും ഞാൻ അവളെ കാണില്ലെന്ന്. ഹലോ ഉണ്ണിയേട്ടാ, സുഖമാണോ? ഇതേ അച്ഛൻ കാണാതെയുള്ള വിളിയാ. പുറത്ത് ജോലിക്ക് പോയ നാളുകളിൽ അവൾ ആരും കാണാതെ എന്നെ വിളിക്കും. ഞാൻ സമയം കിട്ടുമ്പോൾ അവളെയും വിളിക്കും. പക്ഷെ പിന്നീട് കുറച്ച് ദിവസം അവളുടെ വിളിയൊന്നും ഇല്ലായിരുന്നു. എന്തു പറ്റിയെന്നറിയാതെ ഞാൻ ടെൻഷൻ അടിച്ചു. അവളുടെ വീട്ടുകാരെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. ഇനി വീട്ടിൽ വല്ല പ്രശ്നവും ഉണ്ടായോ? ആ ടെൻഷനിൽ ഞാൻ കാര്യം അമ്മയോട് ചോദിച്ചില്ല. പക്ഷെ ഒരു ദിവസം അമ്മ എന്നോട് കരഞ്ഞു പറഞ്ഞു, നമ്മുടെ സൂര്യ പോയി. എന്ത്? സത്യത്തിൽ അമ്മ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ല. അവളെന്നെ ചതിക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ആക്സിഡൻ്റാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായി കിടത്തത്തിലായിരുന്നു. നിന്നെ അറിയിക്കണ്ട എന്ന് തോന്നി. നിങ്ങൾ പഴയ ഫ്രണ്ട്സ് ആയിരുന്നില്ലേ? പക്ഷേ ഇന്ന് കാലത്ത് ആരോ അവളുടെ മരണം അറിയിച്ചു. അത് കേട്ടത് ഞാനാകെ തളർന്നു പോയി. പിന്നീട് അമ്മ പറയുന്നതൊന്നും ഞാൻ കേട്ടിട്ടില്ല. അവളുടെ ഉണ്ണിയേട്ട എന്ന വിളി മാത്രം എൻ്റെ ചെവിയിൽ മുഴുങ്ങി. പിന്നെ അവളെ അവസാനമായി കാണണം ആ ആഗ്രഹം മാത്രമായിരുന്നു എൻ്റെ ഉള്ളിൽ. അതിനുവേണ്ടി ഞാൻ ജോലി സ്ഥലത്തു നിന്ന് ഓടി വന്നതും. പക്ഷേ ദൈവം അതിനും എന്നെ അനുവദിച്ചില്ല. ഞാൻ എത്തും മുന്നേ ആരൊക്കെയോ അവളെ മണ്ണിൽ ഒളിപ്പിച്ചു കളഞ്ഞു. ഒരുപാട് വർഷങ്ങൾ ഞാൻ അവളുടെ ഓർമ്മയിൽ തള്ളി നീക്കി. പല ലഹരിക്കും അടിമയായി. പക്ഷേ ഒന്നിനും എൻ്റെ ഉള്ളിലെ തീ അണയ്ക്കാൻ സാധിച്ചില്ല. ആ സമയത്താണ് എൻ്റെ അമ്മാവൻ ഗായത്രിയുടെ ആലോചന കൊണ്ടുവരുന്നത്. 23 വയസ്സേ ആയുള്ളൂ പാവം കുട്ടി. അച്ഛനും അമ്മയും നേരത്തെ പോയി. പിന്നെ ഉണ്ണിയുടെ കാര്യങ്ങൾ നല്ലതുപോലെ അറിയാം. അങ്ങനെ അമ്മാവൻ്റെ വാശിക്ക് മുന്നിൽ ഞാൻ ഗായത്രിയെ കല്യാണം കഴിച്ചു. അവളെ ഒരിക്കലും ഒരു ഭാര്യയായോ കാമുകിയായോ സങ്കല്പിക്കാൻ എനിക്ക് സാധിക്കില്ലായിരുന്നു. അവൾക്ക് ഞാൻ ചാർത്തിയ താലി പോലും എനിക്ക് ആഡംബരമായി തോന്നി. എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാനാണ് ഇഷ്ടം. കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി ഞാൻ അവളോട് പറഞ്ഞു. അവൾ എന്നോട് മറുത്തൊന്നും പറയാതെ നിലത്ത് കിടന്നു. ചെയ്യുന്നത് തെറ്റാണെന്ന് പൂർണ്ണബോധം ഉണ്ടായിട്ടും ഞാൻ അവളെ അവഗണിച്ചു. എന്നും രാവിലെ ചായയുമായി അവൾ റൂമിൽ വരും. അതൊന്ന് കുടിച്ചു പോലും നോക്കാതെ ഞാൻ ഇറങ്ങിപ്പോകും. അവളോടൊന്ന് സംസാരിക്കാൻ പോലും എൻ്റെ മനസ്സിനെ അനുവദിച്ചില്ല. എനിക്ക് പഠിക്കണമെന്നുണ്ട്. ഒരു ദിവസം അവൾ പേടിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, ഞാൻ പഠിപ്പിക്കണോ? ഞാൻ കുറച്ച് പുച്ഛത്തോടെ അവളോട് ചോദിച്ചു. പക്ഷെ അവൾ അതിന് ഉത്തരം എനിക്ക് നൽകിയില്ല. ചുമ്മാ മൂളുക മാത്രം ചെയ്തു. വേലക്കാരികളെ ഞങ്ങൾ പഠിപ്പിക്കാറില്ല, ഞാൻ കുറച്ച് രൂക്ഷമായി അവളോട് പറഞ്ഞു. ഞാൻ ആരുടെയും വേലക്കാരിയല്ല. നിങ്ങൾ താലി കെട്ടിയാണ് എന്നെ കൊണ്ടുവന്നത്, അല്ലാതെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വന്നതല്ല. ഈ പ്രാവശ്യം അവൾ എനിക്ക് നേരെ ശബ്ദം ഉയർത്തി. പിന്നെ ഒന്നും പറയാതെ അകത്തേക്ക് പോയി. അതേ ഇഷ്ടം, അല്ലാതെ ഇവിടെ പിടിച്ചു നിൽക്കണമെന്നില്ല. നിനക്ക് തിരിച്ചു പോകാം, അല്ലെങ്കിൽ നീയൊന്നും ഒരിക്കലും എൻ്റെ സൂര്യയെപ്പോലെ ആവില്ല. അവൾ കേൾക്കാനായി ഞാൻ വീണ്ടും മുറിയിൽ നിന്ന് വിളിച്ചു പോയി. അതിന് മറുപടി എന്നോണം അവൾ അടുക്കളയിലെ പാത്രങ്ങൾ വാഷ് ബേസിനിൽ വലിച്ചെറിയും. മോൾ പഠിക്കണ കാര്യം പറഞ്ഞതുകൊണ്ടാണോ അവൻ ഇത്രയും ദേഷ്യം? എൻ്റെ പെരുമാറ്റം അമ്മയിലെ സംശയമുണ്ടാക്കി. അല്ലമ്മേ, അത് ചുമ്മാ. എൻ്റെ തെറ്റുകൾ അമ്മയ്ക്ക് മുന്നിൽ മറയ്ക്കാൻ ഗായത്രി കാരണം തേടി. മോൾക്ക് പഠിക്കാൻ അത്ര ഇഷ്ടമാണോ?
അവളുടെ സങ്കടം കണ്ട് അമ്മയുടെ മനസ്സല്ലി. ഹേയ്, ഞാനത് വെറുതെ പറഞ്ഞതാണ്. അല്ലെങ്കിൽ തന്നെ ഞാൻ പഠിച്ചിട്ടെന്താ? അമ്മയുടെ മുന്നിൽ അവൾ എങ്ങനെയോ കരയാതെ പിടിച്ചു നിന്നു. അമ്മേ, ഈ സൂര്യ സുന്ദരിയായിരുന്നോ? അപ്രതീക്ഷിതമായി അവൾ അമ്മയോട് ചോദിച്ചു. മോൾ കണ്ടില്ലായിരുന്നു അല്ലേ അവളെ? ഫോട്ടോ ഉണ്ട് റൂമിൽ. ഏട്ടൻ എപ്പോഴും വന്നത് നോക്കി സംസാരിക്കും. ഇടയ്ക്ക് ചിരിക്കുകയും കരയുകയും ഒക്കെ ചെയ്യും. അത് കാണുമ്പോൾ ഞാൻ കരുതും, അവളാകാനുള്ള ഭാഗ്യം പോലും എനിക്ക് ദൈവം തന്നില്ലല്ലോ എന്ന്. ഗായത്രി ശബ്ദം ഇടറിക്കൊണ്ട് പറഞ്ഞു. മോൾ വിഷമിക്കാതെ, അവനൊക്കെ ആകും. ചിലപ്പോൾ ആ കുട്ടി അവൻ അത്ര ഇഷ്ടപ്പെട്ടു കാണും, അതാ. അല്ലാതെ വേറെ ഒന്നും ഉണ്ടാകില്ല. അമ്മ എന്ത് പറയണമെന്നറിയാതെ അവൾക്ക് മുന്നിൽ കുഴങ്ങി. ഓഫീസിലെത്തിയതും അവളോട് പറഞ്ഞതിനെ ഓർത്ത് വല്ലാത്തൊരു പാപബോധം എന്നെ അലട്ടി. ഒരർത്ഥത്തിൽ എന്നെപ്പോലെ അവളും ഇപ്പോൾ ഒരുപാട് യാതന അനുഭവിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഇപ്പോൾ സ്നേഹത്തിൻ്റെ അഭാവമുണ്ട്. ഞാൻ ഓർത്തു. ഒരു സോറി പറയാമെന്ന ആലോചന എന്നെ അവളെ ഫോൺ വിളിക്കാൻ നിർബന്ധിതനാക്കി. ഹലോ ഗായത്രി, ഞാൻ അവളെ വിളിച്ചു. എന്ത് വേണം? അവൾ എന്നോട് ചോദിച്ചു. സോറി. ഒറ്റ വാക്കിൽ എൻ്റെ കടമ നിർവഹിച്ച് ഞാൻ ഫോൺ കട്ട് ചെയ്തു. അവൾക്ക് പറയാനുള്ളതൊന്നും അപ്പോൾ എനിക്ക് കേൾക്കേണ്ടി വന്നിരുന്നില്ല. ഒരർത്ഥത്തിൽ ശരി. കാരണം ഞാൻ എൻ്റെ സൂര്യയിലെ വാക്ക് കൊടുത്തിരുന്നു, മരിച്ചാലും മറക്കില്ലെന്ന്. സ്നേഹിച്ച് പെണ്ണിന് കൊടുത്ത വാക്ക് പാലിക്കാൻ പോലും സാധിച്ചില്ലെങ്കിൽ ഞാനൊരു പുരുഷനാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? അറിയാതെ പോലും ഗായത്രിക്ക് ഒരിടം നൽകരുതെന്ന് ഞാൻ എൻ്റെ മനസ്സിനെ പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ മനഃപൂർവ്വം അവളിൽ നിന്ന് അകലാൻ കാരണമുണ്ടാക്കി. ഭക്ഷണത്തിന് രുചി കുറഞ്ഞാലോ ഓഫീസിൽ ആരെങ്കിലുമായി പ്രശ്നമുണ്ടായാലോ എല്ലാം അവളുടെ തെറ്റായി. അവളുടെ കൂടെയുള്ള ഓരോ നിമിഷവും വെറുക്കുന്നു എന്ന് ഞാൻ അവളോട് തന്നെ പറഞ്ഞു. ഒരു ദിവസം ഓഫീസിലെ പരിപാടിക്ക് അവൾ വരാനൊരുങ്ങി നിന്നതാണ്. പക്ഷെ എൻ്റെ ഭാര്യ പണ്ടേ മരിച്ചുപോയെന്ന് പറഞ്ഞ് ഞാൻ അവൾക്ക് സൂര്യയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. അതോടെ അവൾ വരുന്നില്ല എന്ന് പറഞ്ഞു. മനസ്സിൽ അല്പം പോലും കുറ്റബോധമില്ലാതെ ഞാൻ ഓഫീസിൽ പോവുകയും ചെയ്തു. ഭാര്യയെ കൂട്ടം പറഞ്ഞിട്ട് അവൾ എവിടെ? എൻ്റെ കൂട്ടുകാരിൽ ഒരാൾ എന്നോട് ചോദിച്ചു. അവൾക്ക് നല്ല സുഖമില്ല, തലവേദന. ഞാൻ വരാൻ കുറെ നിർബന്ധിച്ചിരുന്നു. പക്ഷേ എന്ത് ചെയ്യും? ഇനി അടുത്ത പരിപാടിക്കാകാം. ഞാൻ ചിരിച്ചുകൊണ്ട് അവന് ഉത്തരം നൽകി. ഓക്കെ, സാരമില്ല, താൻ വാ, നമുക്ക് 2 എണ്ണം അടിക്കാം. അവൻ എന്നെ കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു. ഹേയ് വേണ്ട, സൂര്യയ്ക്ക് അതൊന്നും ഇഷ്ടമല്ല. അറിയാതെ എൻ്റെ വായിൽ നിന്നും സൂര്യയുടെ പേര് വീണു. സൂര്യയോ? അതാരാ? നിന്റെ വൈഫ് ഗായത്രി അല്ലേ? എൻ്റെ ഉത്തരം കേട്ടവൻ കുറച്ചു നേരം ആലോചിച്ചു. ഓ സോറി, അത് ഞാൻ അറിയാതെ. ഞാൻ അവന് മുന്നിൽ നിന്ന് ഒരുങ്ങി. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഭാര്യയുടെ ചെല്ലപ്പേരാണല്ലേ സൂര്യ എന്ന്. എന്നെ വിടാൻ പാവമില്ലാതെ അവൻ വീണ്ടും പുലമ്പി. പിന്നെ എന്തൊക്കെയോ, നിന്റെ ഭാര്യ എവിടെ? അവൻ്റെ സംസാരം അവസാനിപ്പിക്കാൻ ഞാൻ മറുചോദ്യം ചോദിച്ചു. അവൻ വേഗം അവൻ്റെ ഭാര്യ എനിക്ക് പരിചയപ്പെടുത്തി തന്നു. ലവ് മാരേജ് ആയിരുന്നു ഞങ്ങളുടെ 5 വർഷത്തെ പ്രണയം. ഇപ്പോൾ അത് സഫലമായി. അവനവൻ്റെ ഭാര്യയെ ചേർത്ത് പിടിച്ച് സത്യത്തിൽ പ്രേമിച്ച പെണ്ണിനെ കെട്ടുന്നവനാണല്ലേ ശരിക്കും ഭാഗ്യവാൻ. അവരുടെ സ്നേഹം കണ്ട് ഞാൻ തനിയെ പറഞ്ഞു. കെട്ടിയ പെണ്ണിനെ സ്നേഹിക്കാൻ കഴിയുന്നവനും ഭാഗ്യവാനാണോ? എൻ്റെ ആത്മാർത്ഥം കേട്ട് ആരോ ഒരാൾ ഉത്തരം തന്നു. സ്നേഹിച്ച പെണ്ണ് തേച്ചാലോ? അവളെ സ്വന്തമാക്കാൻ പറ്റാതെ വരുമ്പോൾ പുരുഷന്മാർ സ്വയം കണ്ടുപിടിക്കുന്ന ആശ്വാസം. അതല്ലാതെ ഇതിലൊന്നും ഒരു കയമ്പുമില്ല. ഉത്തരം തന്നെ അയാളോട് ഞാനും പറഞ്ഞു. എന്തേ തനിക്കിപ്പോൾ ഇങ്ങനെ തോന്നാൻ? വൈഫുമായി വല്ല പ്രശ്നവുമുണ്ടോ? അയാൾ എൻ്റെ ചുമലിൽ കൈവച്ചു. ഹേയ്, ഞങ്ങൾ ഹാപ്പിയാണ്. ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് കപ്പിൾ ഫോർ എവർ. കയ്യിലുള്ള മദ്യക്കുപ്പി മുഴുവൻ അകത്താക്കി ഞാൻ ചിരിച്ചു. ഓൾ ദ ബെസ്റ്റ്. ഒടുവിലൊരു ആശംസയാക്കി അയാളും എന്നെ തനിച്ചാക്കിപ്പോയി. പോയോ? ബോധം വന്നപ്പോൾ ഞാൻ അയാളെ തിരിഞ്ഞു. പക്ഷെ എവിടെയും കണ്ടെത്തിയില്ല. പിന്നീട് എപ്പോഴോ പാതി ബോധത്തിൽ വീട്ടിലെത്തി. ഭാഗ്യത്തിന് കതകു തുറന്നിരുന്നു. ഞാൻ എങ്ങനെ തപ്പിത്തടഞ്ഞ് മുറി കണ്ടെത്തി. സൂര്യ റൂമിലിരുന്നിരുന്ന ആളെ നോക്കി ഞാൻ വിളിച്ചു. എന്തിനാ മോളെ ഏട്ടനെ ഒറ്റയ്ക്കാക്കി പോയത്? ഇനി നിന്നെ ഞാൻ എവിടെയും പോകാൻ വിട്ടില്ല. അവളെ കെട്ടിപ്പിടിക്കാൻ ഒരുങ്ങിക്കൊണ്ട് ഞാൻ പറഞ്ഞു. പക്ഷെ അപ്പോഴേക്കും അവളെന്നെ തള്ളി മാറ്റി. സൂര്യയല്ല, ഗായത്രി. മൂക്കറ്റം കള്ളം കുടിച്ചു വന്ന് കാമുകയാണെന്ന് കരുതി എന്നെ തൊടണ്ട. അല്ലെങ്കിൽ തന്നെ എനിക്ക് നിങ്ങളോട് ഇപ്പോൾ ഒരുതരം അറപ്പാണ്. മരിച്ചു മണ്ണിൽ കിടക്കുന്ന കാമുകയ്ക്ക് വേണ്ടി ഒപ്പമുള്ള ഭാര്യ അകറ്റി നിർത്തവൻ. ചിലപ്പോൾ നരഭോജി പോലും നിങ്ങൾക്ക് മുന്നിൽ ഒന്നുമല്ല. ഗായത്രി എന്നെ തള്ളി മാറ്റി. മതി, നിർത്തിക്കോ. എനിക്കും മടുത്തു. തമ്മിൽ ഒരുമിക്കാൻ പറ്റിയില്ലെങ്കിൽ പിരിയുന്നത് തന്നെ നല്ലത്. ഇനി വെച്ച് താമസിക്കേണ്ട. നിനക്കിപ്പോൾ തന്നെ ഇവിടെ നിന്നിറങ്ങാം. അവൾക്ക് റൂമിന് വെളിയിലുള്ള വഴി കാണിച്ചു കൊടുത്ത് ഞാൻ പറഞ്ഞു.
മനസ്സില്ല. എൻ്റെ ഭീഷണി ഒട്ടും പേടിക്കാതെ ഗായത്രി പൊട്ടിത്തെറിച്ചു. നിങ്ങൾ പറയുമ്പോൾ ഇറങ്ങിപ്പോകാൻ ഞാൻ നിങ്ങൾക്ക് കാശ് കൊടുത്തയച്ച് നിയമിച്ച വേലക്കാരിയൊന്നുമല്ല. മതിയായി എന്ന് എനിക്ക് തോന്നുമ്പോൾ ഞാൻ ഇറങ്ങിപ്പോകും. അവളുടെ മുഖത്തടിച്ചതുപോലെ മറുപടി തന്നു. ഞാനും അവളെ പുറത്താക്കി വാതിലടിച്ചു. പിന്നീട് എൻ്റെ ശ്രമം മുഴുവൻ അവളെ ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു. അതിനുവേണ്ടി ഞാൻ എന്നെ കൊണ്ടാകും പോലെ പരിശ്രമിച്ചു. പക്ഷെ അവളതൊന്നും പുല്ല് വില കൽപ്പിക്കാതെ നിന്നു. സത്യം പറഞ്ഞാൽ പതിയെ അവളും മാറാൻ തുടങ്ങി. ഞാൻ എന്ത് ചീത്ത പറഞ്ഞാലും എന്നെ മൈൻഡ് ചെയ്യാതെ അവൾ പോകും. അത് കണ്ടാകണം അമ്മയ്ക്കും ചിരിയും. നിനക്കല്പം പോലും ഉളുപ്പില്ലേടി? ഒരിക്കൽ ഞാൻ അവളോട് തന്നെ ചോദിച്ചു. കല്യാണം കഴിഞ്ഞ പെണ്ണിനെ ദ്രോഹിക്കുന്ന നിങ്ങളെക്കാളും ഉണ്ട്. അവൾ എൻ്റെ ചോദ്യത്തെ പുച്ഛത്തോടെ സമീപിച്ചു. എന്നിട്ടൊരു പുളിച്ച ചിരിയും ചിരിച്ച് വൃത്തികെട്ടവൾ. ഞാൻ അവൾ കേൾക്കെ വിളിച്ചു, നീ പോടാ പട്ടി. അന്ന് ആദ്യമായി അവൾ എന്നെ തിരിച്ചു വിളിച്ചു. എന്നിട്ട് ഓടിക്കളഞ്ഞു. സത്യത്തിൽ എനിക്കത് കേട്ടപ്പോൾ ചിരിയാണ് വന്നത്. ഭാര്യ പട്ടി എന്ന് വിളിക്കുന്നത് കേട്ടിട്ട് സന്തോഷിക്കുന്ന ആദ്യത്തെ ഭർത്താവ് ഒരുപക്ഷെ ഞാൻ മാത്രമായിരിക്കും. കാരണം വേറൊന്നുമല്ല കേട്ടോ. സൂര്യയുടെ ഇടയ്ക്ക് ദേഷ്യം വരുമ്പോൾ എന്നെ അങ്ങനെയായിരുന്നു വിളിക്കാറുള്ളത്. അങ്ങനെ ദിവസങ്ങൾ വളരെ പെട്ടെന്ന് കടന്നുപോയി. ഞാൻ എത്ര ദ്രോഹിക്കുന്നു, ഗായത്രി അത്രയും തീവ്രമായി എന്നെ പ്രണയിക്കാനും തുടങ്ങി. ചിലപ്പോൾ ആയുധം കൊണ്ട് തോൽപ്പിക്കുന്നതിനേക്കാൾ ശക്തി സ്നേഹം കൊണ്ട് തോൽപ്പിക്കുക എന്ന് അവൾക്ക് തോന്നിയിരിക്കണം. ഒരു ദിവസം രാത്രി അവൾ എൻ്റെ അരികിൽ വന്നു. എന്നിട്ട് എൻ്റെ മടിയിൽ കിടക്കാനൊരുങ്ങി. പൂടി. ഞാൻ അവളെ നിലത്ത് തള്ളിയിടാൻ നോക്കി. പറഞ്ഞു, നോക്ക്, ഇപ്പോൾ എന്നെ ഇവിടെ കിടത്തിയ പ്രശ്നമില്ല. അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഓഫീസിൽ കയറി വരും. അവൾ എനിക്ക് നേരെ ഭീഷണി ഉയർത്തി. ഒടുവിൽ വേറെ വഴിയൊന്നും ഇല്ലാതെ ഞാൻ അവളെ മടിയിൽ കിടത്തി. സൂര്യ ഇങ്ങനെ മടിയിൽ കിടന്നിട്ടുണ്ടോ? അവൾ എന്നോട് ചോദിച്ചു. എനിക്ക് ഓർമ്മയില്ല, ഞാൻ അവളോട് പറഞ്ഞു. അത് ചുമ്മാ പറ മാഷേ. അറിയാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ലേ? ഗായത്രി വിടാൻ പാവമില്ല. ഞാൻ അവളോട് മൂളി. പിന്നെ അവൾ എന്നോട് എന്തൊക്കെയോ കുത്തി ചോദിച്ചു. അറിയാതെ എല്ലാത്തിനും ഞാൻ ഉത്തരം കൊടുത്തു. ഇടയ്ക്ക് എന്നോടും അവളോടും പരസ്പരം ചിരിച്ചുപോയി. അല്ല, നീ ആരെ സ്നേഹിച്ചിട്ടില്ലേ? സംസാരത്തിനിടയ്ക്ക് ഞാൻ അവളോട് ചോദിച്ചു. സ്നേഹിച്ചു. അവൾ എനിക്ക് മറുപടി നൽകി. അമ്പടി, ആരാ കക്ഷി? എനിക്കതറിയാൻ ആകാംക്ഷയായി. കക്ഷി എന്നേക്കാൾ കുറേ പ്രായം കൂടിയ ആളാണ്. എന്നെ വലിയ ഇഷ്ടമായിരുന്നു. എനിക്ക് ഭക്ഷണം വാരിത്തരും, ഉറക്കും, കഥ പറഞ്ഞു തരും. അങ്ങനെ ഇഷ്ടം കൂടി ഞാൻ അയാളെ അച്ഛൻ എന്ന് വിളിച്ചു. ശരിക്കും അയാൾ എൻ്റെ അച്ഛനാണോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അനാഥാലയത്തിൽ വെച്ച് കാണുന്ന പരിചയം മാത്രമേ ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം അവിടെ വരും. എന്നെ ഉമ്മ വയ്ക്കും, കെട്ടിപ്പിടിച്ച് കരയും. പക്ഷെ ഒരു ദിവസം അത് നിലച്ചു. എന്തോ ഒരു അസുഖം വന്നു. അച്ഛൻ പോയി. എന്നും കൂടെയുണ്ടാകും എന്ന് എനിക്ക് വാക്ക് തന്നിട്ട് എൻ്റെ 10ാം വയസ്സിൽ ഞാൻ വീണ്ടും അനാഥയായി. പിന്നീട് എനിക്ക് വേണ്ടി വേറെ ഒരു പ്രണയമുണ്ടായി, ഒരു അസുരനുമായി. പ്രണയം എത്രത്തോളം ശക്തമാണെന്ന് ഞാൻ അറിഞ്ഞത് അയാൾ വഴിയാണ്. പക്ഷെ എൻ്റെ ഉള്ളിൽ അയാൾക്ക് വേണ്ടി തുടിക്കുമ്പോഴും അയാൾ തേടിയത് മറ്റൊരു പ്രണയമായിരുന്നു. ഞാൻ എൻ്റെ പ്രണയമാണ് വലുതെന്ന് നനച്ചു പോയും അയാൾ അത് തെറ്റാണെന്ന് എനിക്ക് പഠിപ്പിച്ചു തന്നു. അടുത്തുള്ളപ്പോൾ ആണ് പ്രണയത്തിന് ഭംഗിയെന്ന് ഞാൻ പറഞ്ഞപ്പോൾ, നഷ്ടപ്പെടുമ്പോഴാണ് അതിന് ശക്തിയെന്ന് അയാൾ എനിക്കും തെളിയിച്ചു തന്നു. പിന്നീട് ഞാനും അറിഞ്ഞു അയാളാണ് പ്രണയമെന്ന്. അത്രയും പറഞ്ഞ് ഗായത്രി എന്നെ ഒന്നു. അവളോട് നനഞ്ഞ കണ്ണുകൾ നോക്കാൻ ആദ്യമായി ഞാൻ പാടുപെട്ടു. ഗായു, സോറി, അവളെ നോക്കാതെ ഞാൻ പറഞ്ഞു. പക്ഷെ അതിനവൾ എനിക്കൊരു ചിരി സമ്മാനിച്ചു. അന്ന് എപ്പോഴോ എന്നോട് ഉറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ ഉണർന്നതും കണി കാണുന്നത് ഗായത്രിയാണ്. ഒരു വയലറ്റ് ഷാളുള്ള ചുരിദാറൊക്കെ അണിഞ്ഞ് ശരിക്കും അവളെ കാണാൻ സൂര്യയെപ്പോലെ ഉണ്ടായിരുന്നു. അല്ല, രാവിലെ തന്നെ എവിടേക്കാ? ഞാൻ അവളോട് ചോദിച്ചു. ഒരു സ്ഥലം വരെ. ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളും വാ. അവൾ വളരെ ഉത്സാഹത്തെ എന്നെ വിളിച്ചു. അവളുടെ സസ്പെൻസ് അറിയാൻ ഉള്ള തിടക്കത്തിൽ ഞാൻ അവളുടെ കൂടെ പോയി. ആ യാത്ര അവസാനിച്ചത് സൂര്യ അടക്കം ചെയ്ത സ്ഥലത്തായിരുന്നു. സൂര്യ, ഞാൻ നിന്നെ കണ്ടിട്ടില്ല. നീയുമായി യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് എന്നേക്കാൾ നന്നായി നിന്നെ അറിയാം. നിന്നെയും ഞാൻ അറിയാതെ ഇഷ്ടപ്പെട്ടു പോയി. നീയാണ് സൂര്യ പ്രണയം. ഗായത്രി അവിടെ ഇരുന്ന് കരഞ്ഞു. പിന്നീട് ഒന്നും പറയാതെ എന്നെ അവിടെ തനിച്ചാക്കിപ്പോയി. കുറച്ചു നേരം ഞാൻ മൂകനായി അവിടെ തന്നെ ഇരുന്നു. എന്തിനാ ഉണ്ണേട്ടാ ആ കുട്ടി കരയണേ? പാവ സൂര്യ അവിടെ നിന്ന് എന്നോട് ചോദിക്കുന്നത് പോലെ എനിക്ക് തോന്നി. പിന്നീട് എന്താണ് സംഭവിച്ചതെന്നറിയില്ല. ഗായത്രി സൂര്യയായി മാറുകയായിരുന്നോ, അല്ലെങ്കിൽ അവളിലൂടെ ഞാൻ സൂര്യയെ കാണുകയായിരുന്നു? അവളുടെ പല പ്രവൃത്തികളും പിന്നീട് സൂര്യയെപ്പോലെയായിരുന്നു. അതാകും പിന്നീട് ഞങ്ങൾ തമ്മിലുള്ള വഴക്കും പതിയെ കുറഞ്ഞു. പക്ഷേ അപ്പോഴും ഞങ്ങൾ തമ്മിൽ ഭാര്യാഭർത്തൃ ബന്ധമായിരുന്നില്ല. നല്ല 2 സുഹൃത്തുക്കൾ, അതായിരുന്നു ഗായത്രി ഞങ്ങളുടെ ബന്ധത്തിന് നൽകിയ പേര്. മറക്കില്ല എന്ന് സൂര്യയ്ക്ക് കൊടുത്ത വാക്കുമാറ്റാൻ അത്രയും പെട്ടെന്ന് എന്നെക്കൊണ്ടാകില്ല എന്നായിരുന്നു ശരി.
അങ്ങനെ കാര്യങ്ങളെല്ലാം സ്മൂത്തായി നടക്കുമ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ ഫോൺ വിളിക്കുന്നത്. കുറച്ച് ദിവസം അവൻ്റെ നാട്ടിൽ വന്ന് നിൽക്കാനുള്ള ക്ഷണമാണ്. ഗായത്രിയും ഞാനും തമ്മിൽ ഇപ്പോൾ പഴയ ടോമും ചെറിയും അല്ലാത്തതുകൊണ്ട് ഞാൻ അവളെയും കൂട്ടി അവിടെ പോകാൻ തീരുമാനിച്ചു. ഞാൻ വരുന്നില്ല. എൻ്റെ കൂടെ വരാൻ പറഞ്ഞപ്പോൾ അവൾ ആദ്യം വിലക്കി. ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തു. അതല്ലടോ, പുതിയ ഡ്രസ്സൊന്നും എല്ലാം കൊടുക്കാൻ. എല്ലാ പെൺകുട്ടികളും പറയും പോലെ അലമാര മുഴുവൻ ഡ്രസ്സുണ്ടായിട്ടും അവൾ എന്നോട് പരിഭവിച്ചു. എന്നാൽ പിന്നെ നീ വരണ്ട, ഞാൻ അവളെ വിലക്കി. അപ്പോഴേക്കും അവളുടെ മുഖം വാടി. ഓ, ഇനി അത് സീനാക്കണ്ട, നമുക്ക് വാങ്ങാം പോരെ, ഞാൻ അവളോട് പറഞ്ഞു. പിന്നീട് അവളെയും കൂട്ടി ഒരു ടെക്സ്റ്റൈൽസിലേക്ക് പോയി. അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ധാവണി വാങ്ങിക്കൊടുത്തു. അതോടെ ഗായത്രി ഹാപ്പി. അങ്ങനെ പോകാനുള്ള തയ്യാറെടുപ്പുകൾ തകൃതിയായി നടന്നു. ഡാ, ആ കൊച്ചിനെ ഇങ്ങനെ തന്നെ കൊണ്ടുവരണേ. പോകാനൊരുങ്ങി നിൽക്കുമ്പോൾ അച്ഛൻ ഞങ്ങളോടെ ആ നോക്കാം. ഞാൻ ചിരിച്ചുകൊണ്ട് അച്ഛനോട് യാത്ര പറഞ്ഞു. 2 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം വളരെ ക്ഷീണിച്ചാണ് ഞങ്ങൾ അവൻ്റെ വീട്ടിലെത്തിയത്. അവിടെ അവനും അവൻ്റെ ഭാര്യയും മകനും ഉണ്ടായിരുന്നു. ഞങ്ങളെ കണ്ടത് പുഞ്ചിരിയോട് അവർ അവിടേക്ക് ക്ഷണിച്ചു. യാത്രയൊക്കെ സുഖമായിരുന്നോ? ഞങ്ങളെ കണ്ടത് അവൻ്റെ ഭാര്യ ചോദിച്ചു. കൊള്ളാം. ഗായത്രിയാണ് അവരുടെ ചോദ്യത്തിന് ഉത്തരം കൊടുത്തത്. എൻ്റെ പൊന്നളിയ, ജീവൻ ബാക്കിയുണ്ട്. ഗായത്രിയുടെ ഉത്തരം കേട്ടത് ഞാൻ എൻ്റെ അവസ്ഥ തുറന്നു പറഞ്ഞു. പക്ഷെ അതവൾക്ക് അത്ര പിടിച്ചില്ല എന്ന് തോന്നുന്നു. ഗായത്രി എന്നെ തുറച്ചു നോക്കി. സത്യത്തിൽ ഈ പെണ്ണുങ്ങളുടെ ഓരോ നോട്ടത്തിനും ഓരോ അർത്ഥവുമാണ്. ദേഷ്യമൊക്കെ വരുമ്പോൾ ചിലപ്പോൾ കണ്ണിൽ തീയാണോ എന്ന് വരെ കരുതിപ്പോകും. എന്താടി ഉണ്ടക്കണ്ണി നോക്കി പേടിപ്പിക്കണേ? അധികം നോക്കിയ നിന്റെ കണ്ണിൽ ഞാൻ മണൽ വാരിയിടും. ഗായത്രിയുടെ നോട്ടത്തിൽ നിന്നും രക്ഷ നേടാൻ ഞാൻ അവളെ ഭീഷണിപ്പെടുത്തി. നീ പോടാ. എന്നെ ഒട്ടും കൂസാതെ എൻ്റെ കാലിൽ ചവിട്ടി അവൾ അകത്തേക്ക് നടന്നു. ചേച്ചി ഫ്രീ ഫയർ കളിക്കുമോ? ഗായത്രിയെ കണ്ട ഉടനെ എൻ്റെ ഫ്രണ്ടിൻ്റെ മകൻ ഗെയിമിൻ്റെ പേരും പറഞ്ഞ് അടുത്തുകൂടി. ഇല്ലടാ, പക്ഷെ നീ കളിച്ചോ? ഗായത്രി അവിടെ ഫോൺ ആ കുട്ടിക്ക് കൈമാറി. ആ ബെസ്റ്റ്, നിന്റെ ബുദ്ധിക്ക് പറ്റിയ കൂട്ട് കിട്ടിയല്ലേ? ഗായത്രിയും ആ കുട്ടിയും തമ്മിലുള്ള ചങ്ങാത്തം കണ്ട് ഞാൻ കളിയാക്കി. എന്തായാലും നിങ്ങളെക്കാൾ കൊള്ളാം. ഗായത്രി എനിക്കിട്ടൊന്ന് താങ്ങി. അപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട് അവിടെ നിന്ന് വന്നു. അത് ശരി, നീ ഇവിടെ ഇവരോട് സംസാരിച്ചിരിക്കുകയാണോ? അങ്കിളും ആൻറ്റിയും പോയി ചേഞ്ച് ചെയ്തിട്ട് വരട്ടെ. അതും പറഞ്ഞവൻ ഞങ്ങൾക്ക് റൂം കാണിച്ചു തന്നു. റൂമിലെത്തിയതും ഞാൻ ഒറ്റക്കിടത്തും. പക്ഷെ അപ്പോഴേക്കും എൻ്റെ നടുവിനിട്ട് ശക്തിയായി ഒരു ചവിട്ട് കിട്ടി. ഇവിടെ ഞാൻ നിലത്ത് കിടക്കുന്ന പ്രശ്നമില്ല, നിങ്ങളുടെ അപ്പുറത്ത് തന്നെ കിടക്കും. ഗായത്രി എൻ്റെ അപ്പുറത്ത് സ്ഥലം ഉറപ്പിച്ചു. വേറെ ഒരു വഴിയുമില്ലാത്തത് കൊണ്ട് ഞാൻ അതിനെ സമ്മതിച്ചു. അന്ന് രാത്രി ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പോലെ ബെഡിൽ തലേണ വെച്ച് എന്നിട്ട് സുഖമായി കിടന്നുറങ്ങി. ഗായത്രി ഉറക്കത്തിലിടയ്ക്ക് ഞെട്ടി ഉണരുന്നുണ്ടായിരുന്നു. ഞാൻ മനഃപൂർവ്വം അത് കണ്ടില്ലെന്നടിച്ചു. രാവിലെ ഉണർന്ന് അവളോട് അതിനെപ്പറ്റി ചോദിക്കാം എന്നായിരുന്നു ഞാൻ കരുതിയത്. പക്ഷെ രാവിലെ ഉണർന്നതും അവളെ എവിടെയും കണ്ടില്ല. റൂം മുഴുവൻ ഞാൻ തിരഞ്ഞു. ഹലോ മിസ്സസ്, ആ കുളക്കടവിൽ പോയിരിക്കുക. എന്നെ തിരച്ച് കണ്ടെന്നാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് കൂടുതൽ പേനിയായി. ഇനി വല്ല അവിവേകവും ഞാൻ പേടിച്ചു. നീ എന്താ അവിടെ പരിപാടി? ഞാൻ കുളക്കടവിൽ നിന്നും ഗായത്രിയോട് ചോദിച്ചു. ദേ ഇപ്പോൾ വരാം. അതും പറഞ്ഞ് ഗായത്രി കുളത്തിലിറങ്ങി. അവിടെ ഉണ്ടായിരുന്ന ഒരു ആമ്പൽ പറിച്ചു. എന്നിട്ട് എനിക്ക് നേരെ തേട്ടി. സത്യത്തിൽ അതും പിടിച്ചു നിൽക്കുന്ന അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ ഞാൻ മനഃപൂർവ്വം അവളുടെ ഭംഗി അവഗണിച്ചു. നിനക്ക് ഭ്രാന്താ? ഞാൻ അവളെ കളിയാക്കി. നീ പോടാ. അവളെന്നെ നോക്കി മുഖം കൊണ്ട് ഗോഷ്ടി കളിച്ചു. എന്നിട്ട് എനിക്ക് നേരെ കൈ നീട്ടി. അതെ, ആരും നിർബന്ധിച്ചിറക്കിയതല്ലോ, ഒറ്റയ്ക്ക് കയറി വന്നാൽ മതി, ഞാൻ അവളോട് പറഞ്ഞു. പക്ഷെ അപ്പോഴേക്കും അവളുടെ കാലുകൾ ചെളിയിൽ താണു. മുകളിലേക്ക് വരാൻ അവൾ ശ്രമിക്കുന്തോറും കാലുകൾ ഉൾവലിഞ്ഞു പോകും പോലെ. അത് കണ്ടപ്പോൾ എൻ്റെ ഉള്ളു വിറച്ചു. ഞാൻ വേഗം എൻ്റെ വലത് കൈ അവൾക്ക് നേരെ നീട്ടി. എൻ്റെ കയ്യിൽ പിടിച്ച് അവൾ അവിടെ നിന്നു വന്നു. അപ്പോൾ എന്നോട് സ്നേഹമൊക്കെ ഉണ്ട്. കുളത്തിൽ നിന്ന് പുറത്തു വന്നതും ഗായത്രി എന്നോട് പറയും, കുന്തം, നിനക്കെന്തെങ്കിലും പറ്റിയാലേ പിന്നെ എന്നെ വീട്ടിൽ കയറ്റില്ലതാ. ഉള്ളിലുള്ള പേടി മറിച്ചുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞു. എന്നിട്ട് അവളെ കയ്യോടെ പിടിച്ച് വീട്ടിൽ കൊണ്ടാക്കി. ആ കിട്ടിയോ? ഇതിനെ കാണാതെ അല്ലായിരുന്നു നിൻ്റെ പേടി? അവളെ കണ്ടത് എൻ്റെ ഫ്രണ്ട് തെണ്ടി ചോദിച്ചു. അത് കേട്ട ഉടനെ ഗായത്രി എന്നെ ഒന്ന് നോക്കി. പിന്നെ അവിടെ നിന്നാൽ അധികം ചമ്മു എന്ന് തോന്നി ഞാൻ വേഗം അവനെയും കൂട്ടി പുറത്തേക്ക് പോയി. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്രയായി? ഗായത്രിയെ തനിച്ച് കിട്ടിയപ്പോൾ ഫ്രണ്ടിൻ്റെ ഭാര്യ ചോദിച്ചു. 6 മാസം. ഗായത്രി അവളോട് പറയും. അപ്പോൾ ആരാധ്യത കൂടി വരാൻ സമയമായി. ഗായത്രി അത് കേട്ടത് വെറുതെ അവളെ നോക്കി ചിരിച്ചു. അവളുടെ മുഖത്തെ വാട്ടം എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യ ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ എന്തോ അപ്പോൾ അവൾ ഗായത്രിയോടൊന്നും ചോദിച്ചില്ല. സൂര്യയെപ്പറ്റി നീ ഇപ്പോഴും ഓർക്കാറുണ്ടോ? ഞാനും സൂര്യൻ തമ്മിലുള്ള പ്രണയം അറിയാമെന്ന് അവൻ എന്നോട് ചോദിച്ചു. ഇല്ല. ഞാൻ അവനെ നോക്കാതെ ഒറ്റയടിക്ക് ഉത്തരം കൊടുത്തു. അത് കള്ളം. എന്നിൽ നിന്ന് ഓടി ഒളിക്കുന്ന നിന്റെ കണ്ണുകൾ അതിൻ്റെ തെളിവാണ്.
അവൻ വളരെ പെട്ടെന്ന് എന്നിലെ കള്ളനെ പിടികൂടി. മറക്കില്ല എന്ന് ഞാൻ അവൾക്ക് വാക്കു കൊടുത്തിരുന്നു. ഞാൻ അവനെ നോക്കാതെ പറഞ്ഞു. അപ്പോൾ ഗായത്രിക്ക് കൊടുത്ത വാക്കോ? അവൻ എന്നോട് ചോദിച്ചു. അവൾക്ക് ഞാനൊരു വാക്കും കൊടുത്തിട്ടില്ല. ഞാൻ അവനെ നോക്കി. നീ അവൾക്ക് ചാർത്തിയ താലിയാണ് നീ കൊടുത്ത ഏറ്റവും വലിയ വാക്ക്. ഖദർ മണ്ഡപത്തിൽ നീ വെറുതെയല്ല അവളുടെ വലം കൈ പിടിച്ച് നടന്നത്. അതും വാക്കിലായിരുന്നു. ഉറപ്പായിരുന്നു ജീവിതം മുഴുവൻ കൂടെ ഉണ്ടാകുമെന്ന്. ആട്ടെ, നീ ഗായത്രിയെ സ്നേഹിക്കുന്നു എന്ന വിവരം നിനക്കിപ്പോഴെങ്കിലും അറിയാമോ? അവൻ എന്നോട് ചോദിച്ചു. ഗായത്രിയെ ഞാൻ സ്നേഹിക്കുന്നു എന്നോ? നീ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ അവൻ്റെ മുന്നിൽ പതറി. അതേ ഉണ്ണി, യു ആർ ഇൻ ലവ്. ഒരു നിമിഷം അവളെ കാണാതെ ഇരുന്നപ്പോൾ നിന്റെ കണ്ണുകൾ എന്നോട് പറഞ്ഞു നീ അവളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്, അവൾക്കായി നിന്റെ ഹൃദയം എത്രമാത്രം മിടിക്കുമെന്ന്. ഹേയ്, നീ വെറുതെ. ഞാൻ അവനെ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. മരിച്ചവർ ആരും ഇന്നേ വരെ തിരിച്ചു വന്ന ചരിത്രമില്ലുണ്ണി. ജീവിച്ചിരിക്കുമ്പോൾ നീ സൂര്യയെ സ്നേഹിച്ചു, അവൾക്കായി ചെയ്യാവുന്നതെല്ലാം ചെയ്തു. ഇപ്പോൾ അവളില്ല. ആ സ്ഥാനത്ത് ഗായത്രിയാണുള്ളത്. കൂടെ നിൽക്കും എന്ന വാക്ക് നിനക്ക് സൂര്യയും തന്നിരുന്നു. എന്നിട്ട് അവൾ നിന്റെ കൂടെ ഉണ്ടോ? ചിലപ്പോൾ സൂര്യൻ നിന്നിൽ നിന്നും അകറ്റിയ അതേ വിധി തന്നെയാകും ഗായത്രിയെ നിനക്ക് കാണിച്ചു തന്നത്. ജീവിച്ചിരിക്കുന്നവർക്ക് കൊടുത്ത വാക്ക് പാലിക്കാത്തവർ മരിച്ചവർക്ക് കൊടുത്ത വാക്കിനെക്കുറിച്ച് ആലോചിച്ചിട്ട് എന്ത് കാര്യം? അവസരങ്ങൾ കണ്ടുപിടിക്കാനാണ് ഉണ്ണി വിഷമം. നഷ്ടപ്പെടുത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോൾ നീ ഗായത്രിയെ കണ്ടില്ലെന്ന് നടിച്ചാൽ പിന്നെ ജീവിതം മുഴുവൻ ദുഃഖിക്കേണ്ടി വരും. അവൻ എന്നെ ചേർത്തു പിടിച്ചു. പറയാൻ എളുപ്പമാണ്. നഷ്ടപ്പെട്ടത് എനിക്കാണല്ലോ. ഇതാണ് നിന്റെ ആദ്യത്തെ തെറ്റ്. എന്ത് നഷ്ടപ്പെട്ടു എന്ന് നീ പറയുന്നേ? സൂര്യയ്ക്കൊരിക്കലും ഗായത്രിക്കൊരിക്കലും സൂര്യയുമാകാൻ പറ്റില്ല. ആദ്യം നീ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ തന്നെ ഗായത്രിയുടെ പെരുമാറ്റം കണ്ടിട്ട് എനിക്ക് അവൾ സൂര്യയാകാൻ ശ്രമിക്കുന്നത് പോലെ തോന്നുന്നു. നീ അവളെ ഒന്ന് അറിയാൻ ശ്രമിക്കുക. ഗായത്രിയെ സ്നേഹിക്കാൻ പഠിക്കുക. അവൻ എന്നെ ഉപദേശിച്ചു. അപ്പോൾ സൂര്യയ്ക്ക് കൊടുത്ത വാക്കോ? ഞാൻ വീണ്ടും പറഞ്ഞതിൽ തന്നെ ഉറച്ചു. നീ ഒരിക്കലും നന്നാവില്ല. ഒടുവിൽ ദേഷ്യം പിടിച്ചവൻ പിന്മാറി. അവൻ്റെ വീട്ടിലെത്തിയതും എന്നെയും കാത്ത് അതിലും വലിയ പണിയുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ ഉപദേശി ഫ്രണ്ടില്ലേ, അവൻ്റെ ഭാര്യ ഉണ്ടാക്കിയ അച്ചാറെടുക്കാൻ തട്ടിൻ മുകളിൽ കയറി ഒരാൾ കാൽപ്പെട്ട് കിടപ്പുണ്ട്. നിങ്ങൾ വില്ലാചാരിച്ചതുപോലെ ഗായത്രിയാണ്. നിന്റെ കാലിൽ എന്തോ സ്പ്രിങ് ഉണ്ടോ? അവളുടെ കാൽ കണ്ട് ഞാൻ ചൂടായി. സോറി. അവൾ എൻ്റെ മുമ്പിൽ തല കൊനിച്ചു നിന്നു. അതേ, നീ അവളെ വെറുതെ വഴക്ക് പറയണ്ട. സംഭവിച്ചു. ഇനി എന്തായാലും തൽക്കാലം കാലൊന്ന് ശരിയാകും വരെ വീട്ടിൽ മടങ്ങി പോകണ്ട. അവൻ വീണ്ടും എന്നെ ഉപദേശിച്ചു. അത് വേണ്ടടാ, നിനക്കത് ബുദ്ധിമുട്ടാണ്. ഞാൻ വെറുതെ ഔപചാരികത കാണിച്ചു. നീ ഒന്നും പറയണ്ട, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഒന്നുമില്ലെങ്കിലും എൻ്റെ മോന് കുറച്ച് ദിവസത്തേക്കൊരു കൂട്ട് കിട്ടിയില്ലേ? അവൻ ഗായത്രിയെ നോക്കി പറഞ്ഞു. അന്ന് ഉറങ്ങാൻ കിടന്നപ്പോൾ മുഴുവൻ അവൻ പറഞ്ഞ വാക്കുകളായിരുന്നു എൻ്റെ ഉള്ളിൽ. മറക്കണം എല്ലാം ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. പക്ഷെ എങ്ങനെ? മനുഷ്യർ ഓർമ്മകളെ ഉണർത്താനാണ് മരുന്ന് കണ്ടെത്തിയത്. അത് നശിപ്പിക്കാൻ ഇതുവരെ ഒന്നും കണ്ടെത്തിയില്ല. കണ്ണുകൾ അടയ്ക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിറയെ സൂര്യയാണ്, തുറയ്ക്കുമ്പോൾ ഗായത്രി. എന്തായാലും കാലമെല്ലാം ശരിയാക്കും. അയ്യോ, എൻ്റെ കാൽ വേദനിക്കുന്നേ. നല്ല ഉറക്കത്തിൽ മുഴുകി കിടക്കുമ്പോഴാണ് ഗായത്രി നിലവിളിക്കുന്നതായിട്ട്. എന്താ, വേദനയുണ്ടോ? ഞാൻ അവളോട് ചോദിച്ചു. ഇല്ല. അവൾ വേദന അവഗണിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു. കള്ളം പറയണ്ട. ഞാൻ അവളുടെ കാൽ തടവി. അപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. വേദന കൊണ്ട് തന്നെയാണ് കരയുന്നത്? ഞാൻ വീണ്ടും അവളോട് ചോദിച്ചു. അച്ഛനെ സ്വപ്നം കണ്ട് അവൾ എന്നോട് പറഞ്ഞു. അതാണോ? അതിന് നീ എന്തിനാ കരയുന്നേ? അല്ല, അച്ഛൻ എനിക്ക് തന്ന വാക്കുകളൊന്നും പാലിച്ചില്ലല്ലോ എന്നോർത്ത് കരഞ്ഞതാണ്. അവൾ എൻ്റെ ചുമലിൽ തല വെച്ച് പറഞ്ഞു. എന്തോ ഞാനും അവളെ തടഞ്ഞില്ല. എൻ്റെ ചുമലിൽ കിടക്കാൻ ഞാൻ അവൾക്ക് അനുവാദം കൊടുത്തു. നീ എന്നെ വെറുക്കുന്നുണ്ടോ? അവളുടെ മുഖത്ത് നോക്കാനാവാതെ ഞാൻ ചോദിച്ചു. നിനക്ക് എന്നോട് വെറുപ്പുണ്ടോ? ഞാൻ അവളോട് ചോദിച്ചു. ആദ്യമൊക്കെ എനിക്ക് എന്നോട് തന്നെ ദേഷ്യമായിരുന്നു. എല്ലായിടത്തും അവഗണനയാണല്ലോ എന്ന സങ്കടമാണ്. പക്ഷെ പിന്നെ ചിന്തിച്ചപ്പോൾ മനസ്സിലായി, നിങ്ങൾ എത്രമാത്രം വേദന സഹിക്കുന്നുവെന്ന്, സൂര്യ നിങ്ങൾക്ക് എത്രത്തോളം വിലപ്പെട്ടതായിരുന്നുവെന്ന്. അവൾ എന്നോട് പറഞ്ഞു. ഞാൻ ഒന്നിനും ഉത്തരം കൊടുത്തില്ല. ഒന്ന് ചോദിച്ചോട്ടെ? ഞാൻ അവളോട് മോളി. എപ്പോഴെങ്കിലും അറിയാതെയെങ്കിലും നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നു. അത് കേട്ടത് ഞാൻ അറിഞ്ഞുകൊണ്ട് കണ്ണുകൾ അടച്ചു. ഉള്ളിലുള്ള വേദന എൻ്റെ കണ്ണുനീർ തുള്ളികളായി പുറത്തു വന്നു. എൻ്റെ മനു, നീ എനിക്ക് കുറച്ച് സ്വൈര്യം താ. രാവിലെ തന്നെ എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയും മകനും തമ്മിൽ വഴക്കാണ്. എന്താ രാവിലെ തന്നെ? ഗായത്രി തൻ്റെ കാൽ വെച്ച് നടന്നു. അവരോട് ചോദിച്ചു. ഒന്നും പറയണ്ട. ഒരു വസ്തു പഠിക്കാതെ ടിവിയുടെ മുന്നിലാണ്. ഞാൻ പഠിപ്പിക്കട്ടെ? ഗായത്രി അവരോട് ചോദിച്ചു. നിനക്ക് വല്ലതും അറിയുമോ? ഞാൻ അവളെ നോക്കി. ഞാനൊരു സ്ഥലത്ത് ക്ലാസ് എടുത്തിരുന്നു. നിങ്ങളുടെ ആലോചന വന്നപ്പോൾ അത് ഒഴിവാക്കിയതാണ്. അത് കേട്ടപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി.
തനിക്ക് വേണ്ടി സ്വന്തം ജോലി പോലും വേണ്ട എന്ന് വെച്ച കുട്ടിയാണ് ഞാൻ വേദനിപ്പിക്കുന്നത്. അതെ, ഇവിടെ ഇന്ന് കുറച്ച് സാധനം വാങ്ങണം, നീ എൻ്റെ കൂടെ വാ. എൻ്റെ സുഹൃത്ത് എന്നെ പിറകിൽ നിന്ന് വിളിച്ചു. ഞാൻ ഒരു മിടിയും കൂടാതെ അവൻ്റെ പിറകെ നടന്നു. മനു അവൻ്റെ അമ്മയും തമ്മിൽ ഇന്ന് എന്തായിരുന്നു അടി? കടയിൽ നിന്നും മടങ്ങി വരുമ്പോൾ അവൻ എന്നോടും ചോദിച്ചു. ടി വി ആണെന്ന് തോന്നുന്നു, ഞാൻ ഓർമ്മിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ നിന്നോട് പറയണ്ട എന്ന് കരുതിയതാണ്, പക്ഷെ പിന്നെ ചിന്തിച്ചപ്പോൾ നീ അറിയണമെന്ന് തോന്നി. അവനൊരു മുഖവരയോടെ പറഞ്ഞു. എന്താ? ഞാൻ ആകാംക്ഷയെ ചോദിച്ചു. ഞാൻ പണ്ട് ഒരുത്തിയെ അഗാധമായി സ്നേഹിച്ചിരുന്നു. എന്നിട്ടെന്താ? അവൾ എന്നെയും തേച്ചു പോയി. അവൻ വളരെ നിസ്സാരമായി പറഞ്ഞു. അപ്പോൾ നിനക്ക് സങ്കടമാകില്ലേ? ഇടയ്ക്കിടയ്ക്ക് അവളെ ഓർമ്മ വരില്ലേ? ഞാൻ അവനെ നോക്കി. ഇല്ല. അവൻ ഒറ്റയടിക്ക് എനിക്ക് ഉത്തരം തന്നു. അതെന്താ? എനിക്ക് നിന്നെപ്പോലെ ഭ്രാന്തില്ല. അത് പറഞ്ഞപ്പോൾ അവൻ്റെ മുഖത്ത് പുച്ഛമായിരുന്നു. പ്രേമം ഭ്രാന്താണോ? പ്രേമം ഭ്രാന്തല്ല, പക്ഷെ അരികിലുള്ളവരുടെ സ്നേഹം കാണാതെ ഒരിക്കലും സ്വന്തമാക്കാത്ത പ്രണയത്തിന് പുറകെ പോകുന്നവർ ഭ്രാന്തന്മാരാണ്, നിന്നെപ്പോലെ. അവൻ എന്നെ നോക്കി പറഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. പതിയെ ഞാനും ഗായത്രിയും അവൻ്റെ വീട്ടിലെ അംഗങ്ങൾ പോലെ. ഗായത്രി എൻ്റെ സഹായത്തോടെ നടക്കാനൊക്കെ പഠിച്ചു. ഇപ്പോൾ അവളുടെ കാലിൽ ഓക്കെയാണ്. എൻ്റെ സുഹൃത്തും അവൻ്റെ ഭാര്യയും ഞങ്ങളെ ഒന്നാകാനായി കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പറയാൻ വേറെ ഒരു കാരണം കൂടി ഉണ്ട് കേട്ടോ. ഒരു ദിവസം എവിടെയോ പോകാൻ ഞാൻ റെഡിയായി നിൽക്കുമായിരുന്നു. അപ്പോഴുണ്ട് എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യ കുറച്ച് ഗോടികൾ ഞങ്ങളുടെ റൂമിൽ ആരും കാണാതെ ഇടുന്നു. ഇതെന്താ സംഭവം എന്നറിയാൻ ഞാൻ ഒളിച്ചു നിന്നു. കുറച്ചു കഴിഞ്ഞ് അവൾ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു. ഇപ്പോൾ ഗായത്രി കുളിച്ച് റൂമിൽ വരും. ഞാൻ ഉണ്ണിയെയും അവിടെ പറഞ്ഞു. റൂമിൽ കയറാൻ നോക്കുന്നത് ഉണ്ണി വീഴുന്നു, ഗായത്രി പിടിക്കുന്നു. റൊമാൻസ്. അവൾ ഏതോ ഹിന്ദി സീരിയൽ കണ്ട എക്സ്പീരിയൻസ് പറഞ്ഞു. അപ്പടി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അവൾ പോയ ഉടനെ ഞാൻ ഗായത്രിയെ കാണാതെ ബോട്ടി അവൻ്റെ റൂമിൽ കൊണ്ടുവച്ചു. പിന്നെ എനിക്ക് വരേണ്ട റൊമാൻസ് അവനും അവൻ്റെ ഭാര്യയ്ക്കുമായി. അവിടെ നിന്ന് മടങ്ങാൻ നേരം എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് അവൻ്റെ ഭാര്യ ഗായത്രിയെ പുറത്തേക്ക് വിളിച്ചു. ഏറെ നേരം കഴിഞ്ഞിട്ടും അവൾ വരാതെ ആയപ്പോൾ ഞാനും അവിടെ ചെന്നു. ഗായത്രി പറയുന്നത് കേൾക്ക്. നിന്നെ അവനെയും നന്നാക്കാൻ പല വഴികളും ഞാനും അദ്ദേഹം ശ്രമിച്ചു. പക്ഷെ ഉണ്ണി ഇപ്പോഴും ആ സൂര്യയുടെ ഓർമ്മകളിലാണ്. നാശം പിടിച്ച പെണ്ണിൻ്റെ ഭ്രാന്ത് അവൻ്റെ തലയിൽ നിന്നും പോകുമെന്ന് എനിക്ക് തോന്നില്ല. നീ ചെറുപ്പമാണ്. വേറെ ഒരു ജീവിതം നിനക്ക് എളുപ്പത്തിൽ ലഭ്യമാകും. മതി. ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും എല്ലാം നന്ദി. പിന്നെ എൻ്റെ ഭർത്താവിനെ കുറ്റം പറയാനുള്ള സ്വാതന്ത്ര്യം ഞാൻ ആർക്കും നൽകിയിട്ടില്ല. അത് ഞാൻ കുലസ്ത്രീ ആയതുകൊണ്ടൊന്നുമല്ല. ആ മനുഷ്യനെ ഞാൻ അത്രമേൽ അറിഞ്ഞതുകൊണ്ടാണ്. പിന്നെ സൂര്യയെ നാശം പിടിച്ചവൾ എന്ന് പറയാൻ നിങ്ങൾക്ക് എന്തവകാശം? അവളാകാൻ പറ്റാതെ പോയതിൽ ആണ് എൻ്റെ വിഷമം. സൂര്യയാണ് പെണ്ണ്, അവളാണ് പ്രണയം. പിന്നെ ആ മനുഷ്യൻ എന്നെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഒരു താങ്ങായി എന്നും ഞാനുണ്ടാകും. ഞാൻ പുറത്തുനിന്ന് കേൾക്കുന്നതറിയാതെ ഗായത്രി പറഞ്ഞു. അത് കേട്ടത് എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഇനിയും ഗായത്രിയെ വേദനിപ്പിച്ചാൽ ഞാൻ മനുഷ്യനാകില്ല എന്ന് തോന്നി. പോകാം. ഞാൻ എൻ്റെ കണ്ണുകൾ തുടച്ച് അവളോട് പറഞ്ഞു. നിങ്ങൾ കരഞ്ഞോ? എൻ്റെ കണ്ണുകളുടെ നിറം മാറിയത് അവൾ തിരിച്ചറിഞ്ഞെന്ന് തോന്നുന്നു. ഹേയ് ഇല്ല, വാ നമുക്ക് പോകാം. ഞാൻ അവളുടെ കൈകൾ മുറുക്കി പിടിച്ചു. അത് നോക്കിയെന്നോണം അവൻ്റെ ഭാര്യ ഒന്ന് ചിരിച്ചു. അതെ, ഒരിക്കലെല്ലാം ശരിയാകും. പോകാൻ നേരം അവൻ എനിക്ക് ഉപദേശം തന്നു. പിന്നീട് ഏറെ വൈകാതെ ഞങ്ങൾ അവിടെ നിന്ന് ഇറക്കി. എന്തായിരുന്നു എൻ്റെ ഭാര്യ ഗായത്രി ഉപദേശിക്കുന്നത്? അവൻ അവൻ്റെ ഭാര്യയോട് ചോദിച്ചു. ഹേയ്, ഞാൻ പറയുമായിരുന്നു ഉണ്ണിക്ക് മാറ്റമൊന്നും ഇല്ലെങ്കിൽ അവൾക്കൊരു റീതിങ്ക് നടത്താമെന്ന്. അവൾ കുറച്ച് പേടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ടെന്താ? അവൾ എന്നെയും വഴക്ക് പറഞ്ഞ് അവൻ്റെ കൈയും പിടിച്ചുപോയി. അവൻ്റെ ഭാര്യ മുഖം മാറ്റി. എൻ്റെ പൊന്നു ഭാര്യ, ഉണ്ണിക്ക് അവളെയും അവൾക്കുണ്ണിയെയും ജീവനാണ്. എന്തെങ്കിലും ഒരു മൂമെൻറ്റ് അവർ അത് മനസ്സിലാക്കും. അങ്ങനെയുള്ളവരോട് നീ ഇങ്ങനെ പറഞ്ഞാൽ അവർ നിന്നെ തല്ലാത്തത് ഭാഗ്യം. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, എൻ്റെ ഗതി അവൾക്ക് വരണ്ട എന്ന് കരുതി. ഒടുവിൽ തോൽക്കുമെന്ന് ഉറപ്പായപ്പോൾ അവൾ കെഞ്ചി. നിന്റെ ഗതിയോ? അവളെ നോക്കി അന്ന് ആലോചിച്ചു. ആദിത്യ. അതിന് മറുപടി എന്നോണം അവൾ അവരുടെ മകനെ വിളിച്ചു. എന്നിട്ട് അവനെ നോക്കി ഒറ്റ പോക്ക് ആ നോട്ടത്തിലെല്ലാം ഉണ്ടായിരുന്നു. കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം വൈകുന്നേരത്തോടെ ഞങ്ങൾ വീട്ടിലെത്തി. ആ കീരിയും പാമ്പും വന്നോ? ഞങ്ങളെ കണ്ടതോ അച്ഛൻ ആത്മകഥം പോലെ പറഞ്ഞു. അത് കേൾക്കാതെ ഞാനും അവളും അവരോട് ചിരിച്ചു. കയറി വാ. ഇടയ്ക്ക് വന്ന അമ്മ ഞങ്ങളുടെ ബാഗ് സ്വന്തമാക്കി. അതെ, അതിൽ മെല്ലെ പിടിക്ക്. മുഴുവൻ വിലപിടിപ്പുള്ള സാധനമാണ്. അമ്മയെ കളിപ്പിക്കാൻ ഞാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ മോൻ ഒന്നും വാങ്ങില്ലല്ലോ? എന്നെ നല്ലതുപോലെ അറിയുന്ന അമ്മ ചിന്തിച്ചു. അല്ലമ്മേ, സാരി വാങ്ങിയിട്ടുണ്ട്, അച്ഛനും ഉണ്ടും. അതിനുത്തരം കൊടുത്ത് ഗായത്രിയായിരുന്നു. അത് കേട്ടത് ഞാൻ അവളെ നോക്കി. നീ ഇതപ്പോൾ വാങ്ങി? അമ്മ കേൾക്കാൻ ഞാൻ അവളോട് ചോദിച്ചു. അതൊക്കെ ഉണ്ട്. അവൾ എന്നെ നോക്കി കണ്ണിറുക്കി. റൂമിലെത്തി ഞാൻ അവളെ ചോദ്യം ചെയ്തു. നീ വാങ്ങിയതല്ലേ? അതൊക്കെ പിന്നെ എന്തിനാ എൻ്റെ പേരിൽ കൊടുക്കുന്നത്? നിങ്ങൾ കൊടുക്കുന്നത് അവർക്കിഷ്ടം. പിന്നീട് കുറച്ച് ദിവസം അവർ അമ്മായിയമ്മയും മരുമകളും
ടൂറിൻ്റെ വിശേഷം പറച്ചിൽ തന്നെയായിരുന്നു. അല്ല, അവന് വല്ല മാറ്റവും ഉണ്ടോ? അമ്മായിക്കും അച്ഛൻ അതറിയാനായിരുന്നു തിടക്ക്. എന്നെ ഇഷ്ടമാണെന്ന് തോന്നുന്നു, ഗായത്രി അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് കുറച്ചു കഴിഞ്ഞ് എൻ്റെ അരികിൽ വന്ന് പറഞ്ഞു, സോറി. സൂര്യയുടെ സ്ഥാനം അപഹരിക്കാൻ വേണ്ടിയല്ല, അവരുടെ സന്തോഷം കാണാൻ വേണ്ടിയാണ് കള്ളം പറഞ്ഞത്. എനിക്കപ്പോൾ അവളോട് പറയണമെന്നുണ്ടായിരുന്നു. എനിക്കിപ്പോൾ ഉപേക്ഷിക്കാൻ വയ്യാത്തൊരു സ്നേഹം അവളോടും ഉണ്ടായി തുടങ്ങിയിരിക്കുന്നുവെന്ന്. പക്ഷെ എന്തോ അപ്പോൾ അത് പറയാൻ എനിക്ക് ധൈര്യം വന്നില്ല. അന്ന് രാത്രി ഉറങ്ങുമ്പോൾ മുഴുവൻ ഞാൻ ഗായത്രിയെ ഇമവെട്ടാൻ നോക്കി നിന്നു. ഇവന് ഭ്രാന്താണോ എന്ന പാവത്തിൽ അവൾ എന്നെയും നോക്കി ബെഡിൽ കിടന്നു. ഉറക്കത്തിൽ ഞാൻ അറിഞ്ഞുകൊണ്ട്, എന്നാൽ അറിയാത്തതുപോലെ അവളെ കെട്ടിപ്പിടിച്ചു. രാവിലെ ആയതും അവളോട് എല്ലാം പറയാമെന്ന് കരുതി. പക്ഷെ ഉണർന്നത് അവൾ ബെഡിലില്ലായിരുന്നു. ഷെടാ, ഇവളിതെവിടെ പോയെന്ന പാവത്തിൽ ഞാൻ എല്ലായിടത്തും തിരഞ്ഞു. ഒടുവിൽ കഷിയെ ഞാൻ മുറ്റത്ത് കണ്ടെത്തി. അല്ല, നീ ഇവിടെയാണോ? ഞാൻ എത്ര തിരഞ്ഞു. ഞാൻ അവളോട് ദേഷ്യം അഭിനയിച്ചു. വല്ലതും വേണോ? എൻ്റെ ദേഷ്യം കണ്ട സത്യത്തിൽ അവൾ പേടിച്ചു. ഒന്നും വേണ്ട, ഞാൻ ചുറ്റും നോക്കി അവളോട് പറഞ്ഞു. എന്നിട്ട് കവളിൽ ഒരു ഉമ്മയും കൊടുത്തു. പാവം എന്താണ് സംഭവിച്ചതെന്നറിയാതെ കവളിൽ കൈവച്ച് നിന്നു. ഓഫീസിൽ എത്തിയിട്ടും എനിക്ക് അവളുടെ ചിന്ത മാത്രമായിരുന്നു. അമ്മ, ഗായത്രി ഉണ്ടോ അവിടെ? ഇടയ്ക്കൊരു ഒഴിവ് കിട്ടിയപ്പോൾ ഞാൻ വീട്ടിൽ വിളിച്ചു ചോദിച്ചു. അയ്യോ, അവൾ രാവിലെ ഫ്ലൈറ്റ് ഗൾഫിൽ പോയല്ലോ. അമ്മ എൻ്റെ ചോദ്യത്തെ പുച്ഛത്തോടെ സമീപിച്ചു. അല്ല, അവൾക്കവിടെ സുഖമാണോയെന്ന് ചോദിക്കാനാ. നീ അവളെ ഉപദ്രവിക്കാൻ വിളിച്ചതാണോ? എൻ്റെ സ്വഭാവം നല്ലതുപോലെ അറിയുന്ന അമ്മ ചോദിച്ചു. അതല്ലമ്മേ, അവൾക്കൊന്ന് കൊടുക്കോ, അത്യാവശ്യമാണ്. ഞാൻ അമ്മയോട് കെഞ്ചി. അമ്മയൊന്ന് ഇരുത്തി മൂളി ഫോൺ ഗായത്രിക്ക് കൈമാറി. എന്താ? അവൾ എന്നോട് ചോദിച്ചു. 4 മണി ആവുമ്പോഴേക്ക് റെഡിയായി നിന്നു. ഒരു സർപ്രൈസ് ഉണ്ട്, ഞാൻ അവളോട് പറഞ്ഞു. എന്നിട്ട് ഫോൺ കട്ട് ചെയ്തു. ആ പാവം ഒന്നും അറിയാതെ കിളി പോയതുപോലെ നിന്നു. അല്ല, അവൻ്റെ തലയിൽ തേങ്ങ വല്ലതും വീണോ? ഫോൺ വെച്ചതും അമ്മ അവളോട് ചോദിച്ചു. അവൾ അതിനൊരു ചിരി സമ്മാനിച്ച് അകത്തേക്ക് പോയി. സത്യത്തിൽ ആദ്യമായി ആണ് ഒരു പെൺകുട്ടിയെ പ്രൊപ്പോസൽ ചെയ്യാൻ പോകുന്നത്. എനിക്ക് ആകെ ടെൻഷൻ കയറി. സൂര്യപോലും ഞാൻ അങ്ങനെ പ്രൊപ്പോസ് ചെയ്തതല്ലായിരുന്നു. ഒടുവിൽ ഒരു ഐഡിയയും കിട്ടാതെ വന്നപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചു. അല്ല, നീ മരിച്ചുപോയ കാമുകിയെ മറന്നു? ഗായത്രിയെ പ്രൊപ്പോസൽ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ അവൻ എന്നോട് ചോദിച്ചു. ഇല്ല, പക്ഷെ മനഃപൂർവ്വം മറക്കാൻ ശ്രമിക്കുന്നു. ഇല്ലെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ഇവളെയും നഷ്ടപ്പെട്ടേക്കും. ഭർത്താവ് ഒരു പെണ്ണിനെ സ്നേഹിച്ചിരുന്നെന്നറിഞ്ഞാൽ തന്നെ ഡിവോഴ്സ് നോട്ടീസ് വാങ്ങുന്നവരാണ് ചില സ്ത്രീകൾ. എന്നാൽ ഗായത്രി എന്നെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. ഒരിക്കൽ പോലും സൂര്യയെ കുറ്റപ്പെടുത്തുക പോലും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള അവളെ ഉപേക്ഷിച്ചു പോകാൻ എനിക്ക് പറ്റില്ല. അല്ല, നിനക്കങ്ങനെ ജീവിക്കാൻ പറ്റുമോ? സ്വന്തം ഭാര്യമാർ മരിച്ചിട്ടും എത്രയോ ഭർത്താക്കന്മാർ വേറെ കല്യാണം കഴിക്കുന്നു. അവരുടെ മക്കൾ മറ്റൊരു സ്ത്രീ അമ്മ എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ എനിക്കും. ഞാൻ അവന് മറുപടി കൊടുത്തു. അത് പറയേണ്ട താമസം. അവൻ എൻ്റെ കാവൽ നോക്കി ഒന്ന് പൊട്ടിച്ചു. അതെന്തിനെന്നറിയാതെ ഞാൻ ഇവനെ ഒന്ന് നോക്കി. ഇതൊക്കെ അറിയാമായിരുന്നിട്ടാണോ നീ ആ പെങ്കൊച്ചിനെ ഇത്രയും വേദനിപ്പിച്ചത്? പറ്റിപ്പോയി. അതിന് ഞാൻ എന്നെ തന്നെ ഒരുപാട് ശപിച്ചു. 1000 വട്ടം അവളോട് മാപ്പ് പറഞ്ഞു. ഇനി ഞാൻ അവൾക്ക് കൊടുക്കാൻ പോകുന്ന സന്തോഷമാണ് എൻ്റെ ഏറ്റവും വലിയ പ്രായശ്ചിത്തം, ഞാൻ അവനോട് പറഞ്ഞു. പിന്നെ വേഗം ഗായത്രിയെ കൂട്ടാൻ പോയി. എൻ്റെ വരവും കാത്ത് വീട്ടുമുറ്റത്ത് തന്നെ അവൾ അന്ന് എനിക്ക് മാലാഖയായി തോന്നി. ഞാൻ അവളുടെ അരികിൽ ഓടിയല്ല. കൊല്ലാനാണോ വളർത്താനാണോ മോൻ്റെ ഉദ്ദേശം? എൻ്റെ ഓട്ടത്തിനൊരു ബ്രേക്ക് ഇട്ട് അമ്മ ചോദിച്ചു. ഇനി മുറുക്കി പിടിക്കാനാണ് ഉദ്ദേശം, ഞാൻ അമ്മയോട് പറഞ്ഞു. എന്നിട്ട് അവളെയും കൂട്ടി അവൾക്കിഷ്ടമുള്ള അവളുടെ നാട്ടിൽ പോയി. ഗായത്രി, ഇന്ന് വരെ ഞാൻ ചെയ്തത് എല്ലാം ആർക്കും പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ്. എനിക്കും അറിയാം. പക്ഷേ അതിനെല്ലാം എനിക്കിപ്പോൾ കുറ്റബോധമുണ്ട്. സൂര്യയെ പൂർണ്ണമായും മറന്നു എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. എന്നാൽ ഇപ്പോൾ സൂര്യയെ നഷ്ടപ്പെട്ടതിനേക്കാൾ എനിക്ക് വേദന നിന്നെ നഷ്ടപ്പെടുമോ എന്നോർത്താണ്. നിനക്ക് ഞാനില്ലാതെ ഇനി ജീവിക്കാൻ പറ്റുമോ എന്നെനിക്കറിയില്ല. പക്ഷെ നീയില്ലെങ്കിൽ എനിക്ക് ഭ്രാന്താകുമെന്ന് എനിക്കറിയാം. നീയാണ് എന്നെ പ്രണയിക്കാൻ പഠിപ്പിച്ചത്. നീയാണ് ഗായത്രി, എൻ്റെ പ്രാണൻ. ഞാൻ അവളുടെ മുന്നിൽ നിന്ന് കരഞ്ഞു. ആ കണ്ണീർ അവളുടെ കാലിൽ പതിച്ചത് കൊണ്ടാകാം അതൊന്നും മിണ്ടാതെ എന്നെ നോക്കി. ഒടുവിൽ എൻ്റെ നെറ്റിയിൽ ഒരു ചുംബനം തന്നു. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു പോയി. ഞാനും ഗായത്രിയും പരസ്പരം അടുത്തു. സൂര്യ എനിക്ക് മധുരമുള്ള ഓർമ്മ മാത്രമായി. ഞാൻ മറക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കൊച്ചു ഓർമ്മ.